ഗബ്രിയേൽ മാലാഖ വന്നിട്ട് മറിയത്തോട് പറഞ്ഞ കാര്യമാണ്, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന്. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. ഇന്ന് കൃപയുടെ ദിവസമാണ്, കൃപയുടെ മണിക്കൂറുകളാണ്. കാരണം ഈശോ ഈ ലോകത്തിലേക്ക് വരുവാനായിട്ട് പിതാവായ ദൈവം മറിയത്തെ ദൈവകൃപയാൽ ഒരുക്കി. ആ സന്ദേശം ഗബ്രിയേൽ മാലാഖ മറിയത്തോട് അരുളി ചെയ്ത ദിവസമാണ് മംഗളവാർത്ത തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നത്. മറിയത്തിനെ ഈ വാർത്ത മാനുഷികമായി ചിന്തിക്കുമ്പോൾ ഒത്തിരി സങ്കടവും ദുഃഖവും ഉള്ളതാ, ഒരു ആകുലതയുള്ളതാ. കാരണം പുരുഷൻ അറിയാതെ നീ ഒരു പുത്രനെ പ്രസവിക്കുന്നു കൂടിയിട്ട് ഇത് കഴിഞ്ഞ ശേഷം മാലാഖ പറയുക. അപ്പൊ മാനുഷികമായി ചിന്തിക്കുമ്പോൾ ഈ വാർത്ത ഒത്തിരിയേറെ ദുഃഖവും അസ്വസ്ഥതയും ടെൻഷനൊക്കെ ഉളവാക്കുന്ന വാർത്തയെ. പക്ഷേ ദൈവകൃപ നിറഞ്ഞതുകൊണ്ട് മറിയത്തിന് ആ വാർത്ത മംഗളമായിട്ടുള്ളൊരു വാർത്തയായിട്ട് മാറ്റാൻ സാധിച്ചു. നമ്മുടെ ജീവിതത്തില് ദുരിതങ്ങള്, സഹനങ്ങള് അവ മംഗള വാർത്തയായിട്ട് മാറ്റണമെങ്കിൽ ദൈവകൃപ ഉണ്ടാകണം. ദുരിതങ്ങള് ഒരിക്കലും ദുരന്തങ്ങളല്ല, അത് അഭിഷേകമാണ്. ദുരിതങ്ങള് അഭിഷേകമാണ്, അനുഗ്രഹമാണ്. അത് അനുഗ്രഹമായി മാറ്റണമെങ്കിൽ ദൈവകൃപ നിറഞ്ഞവരായിട്ട് നമ്മൾ മാറണം. ഇന്നും മംഗളവാർത്ത ആഘോഷിക്കുമ്പോൾ, തിരുനാൾ ആഘോഷിക്കുമ്പോൾ മാതാവ് നമുക്ക് നൽകുന്ന ഒന്നാമത്തെ സന്ദേശം അതാണ്, നമ്മുടെ ജീവിതത്തിലെ ഏത് കാര്യങ്ങളും അത് നന്മയിലൂടെ ചിന്തിക്കാനായിട്ട്, ദൈവമായി ചിന്തിച്ച് അതൊരു പോസിറ്റീവ് അഭിഷേകമായിട്ട് മാറ്റുവാനായിട്ട്, നിരാശയല്ല പ്രത്യാശയുടെ പ്രതീക്ഷയുടെ അഭിഷേകം അനുഗ്രഹമാക്കി അനുഭവമാക്കി മാറ്റുവാനായിട്ട് നമുക്ക് സാധിക്കണം. രണ്ടാമതായിട്ട് ദൈവകൃപ നിറഞ്ഞവള് ആയപ്പോഴ് മറിയം എന്തായിട്ട് മാറി? മറിയം ദേവാലയമായി മാറി, സക്രാരിയായിട്ട് മാറി. എങ്ങനെയാണ് മറിയം ദേവാലയമായിട്ട് സക്രാരിയായിട്ട് മാറിയത്? വചനത്തിന് മാംസം ധരിക്കുവാനായിട്ട് സമ്മതം നൽകിയപ്പോൾ മറിയം പുതിയ ദേവാലയമായിട്ട് സക്രാരിയായിട്ട് മാറി. ഹിതകർത്താവിന് ദാസി, നിന്റെ വചനം പോലെ നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്നാ പറഞ്ഞത്. അവസാനമായ വചന ഭാഗത്ത് നമ്മൾ വായിച്ചു കേട്ടത്. മാതാവിനെ അങ്ങനെ പറയാൻ സാധിച്ചത് ദൈവകൃപ നിറഞ്ഞതുകൊണ്ടാണ്. ആ ദൈവകൃപ നിറഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഉദരം സക്രാരിയായി, അമ്മയുടെ ശരീരം ഒരു പരിശുദ്ധ ദേവാലയമായിട്ട് മാറുക ചെയ്തത്. നമ്മോട് നമ്മ ആവശ്യപ്പെടുന്നത് നിന്റെ ജീവിതം ഒരു പരിശുദ്ധ ദേവാലയമായിട്ട് മാറണം, പരിശുദ്ധ ദേവാലയമായിട്ട് മാറണം. അതിനെ ദൈവകൃപ നിറഞ്ഞവരായിട്ട് മാറണം. യേശയ്യായുടെ പുസ്തകം 66-ാമത്തെ അധ്യായം 2-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. എടുത്ത് വായിക്കാൻ പറ്റാവോ? യേശയ്യായുടെ പുസ്തകം 66-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം, ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എന്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവരാലാണ് ഞാൻ കടാക്ഷിക്കുക. പരിശുദ്ധ അമ്മയിലെ ദൈവം
ദൈവകൃപ നിറഞ്ഞവളെ എന്ന് പറഞ്ഞപ്പോൾ ഈ കാര്യങ്ങളൊക്കെയുണ്ട്. ഈ കാര്യങ്ങളൊക്കെ പരിശുദ്ധ അമ്മയിലുണ്ട്. ആത്മാവില് എളിമ, അനുതാപം. എവിടെയും ചോദിച്ചാല് സ്വാശ്രയത്തിൽ മറിയം പറയുന്നുണ്ട് 1:48 അവിടുന്ന് എന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. എളിമ. അടുത്തത് 1:52 എളിയവരെ ഉയർത്തി. 1:52 അത് ഞാൻ ഓക്കെ. ഇനി 1:29 അസ്വസ്ഥയായ ആത്മാവിലെ എളിമയും അനുതാപവും, പിന്നെ കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ അമ്മ അസ്വസ്ഥയായി, വിറച്ചു. കർത്താവിന്റെ വചനം കേട്ടപ്പോൾ അമ്മ വിറച്ചു. മലാകമെന്ന് പറഞ്ഞപ്പോൾ ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി എന്നാണ് തിരുവചനം പറയുന്നത്. 1:38 വചനം അനുസരണമായിട്ട് അമ്മ സ്വീകരിച്ചു. വചനം അനുസരണമായിട്ട് അമ്മ സ്വീകരിച്ചു. ആത്മാവിലെ എളിമയും അനുതാപവും വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവരിലാണ് ഞാൻ കടാക്ഷിക്കുന്നത്. അങ്ങനെയാണ് പരിശുദ്ധ അമ്മ ദേവാലയമായിട്ട് മാറിയത്. ഇത് കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് ആ വചനം അങ്ങയുടെ ഹൃദയത്തിലേക്ക് സംഭവിച്ചപ്പോൾ അമ്മയുടെ ഉത്തരം സക്രാരിയായിട്ട്, ആദ്യത്തെ സക്രാരിയായിട്ട് അമ്മയുടെ ജീവിതം ഒരു ദേവാലയമായിട്ട് മാറി. ആണ് യുപ്രസമയെ കുറിച്ച് പറയുന്നത് ചലിക്കുന്ന സക്രാരി. കാരണം വചനം മുഴുവനും ഹൃദയത്തിൽ സംഭവിച്ച് ആ ദിവ്യകാരണ സന്നദ്ധയിൽ ഇരുന്ന് ആ അഭിഷേകത്തില് ആ യഹോപ്രസ്യമ്മ ചൊലിച്ചപ്പോൾ യഹോപ്രസ്യമ്മ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ആ അഭിഷേകം പകരപ്പെട ചെയ്യുന്നത് ചലിക്കുന്ന സക്രാരി. ഓരോ പരിശുദ്ധ കുർബാനയിലും ഈശോ നിന്റെ ഹൃദയത്തിൽ വന്ന് വസിക്കുന്നത് നീ ചലിക്കുന്ന സക്രാരിയായി മാറാൻ വേണ്ടിയിട്ടാ. ഒരു പരിശുദ്ധ കുർബാനയിലും ഈശോ വന്ന് വരുന്നതിന്റെ ഹൃദയത്തിലേക്ക് വരുന്നത് നീ ചലിക്കുന്ന സക്രാരിയായി മാറണം. അതിനെ ദൈവകൃപ നിന്നിലേക്ക് ആവസിക്കണം. ദൈവകൃപയുള്ളവർക്ക് മാത്രമേ ചലിക്കുന്ന സക്രാരിയായിട്ട് മാറുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അടുത്തത് വായിക്കേണ്ടത് മറിയം പുതിയ സമാഗമ കൂടാരമായി മാറി. പഴയ നിയമത്തിലെ സമാഗമ കൂടാരമാണ് പുതിയ നിയമത്തിലെ പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മ പിതാവായ ദൈവത്തെ അത് വഹിച്ചു കൊണ്ടുപോകാനായിട്ട് പ്രതീകമായിട്ട് അതിനകത്ത് കൽപ്പനകൾ വെച്ചിട്ടുണ്ട്. അത് വഹിച്ചുകൊണ്ട് സമാഗമ കൂടാരം ഇസ്രായേൽക്കാരെ വളരെ ഭവ്യതയോട് വിശുദ്ധിയോടുകൂടി കൊണ്ടു നടക്കുന്ന സമാഗമ കൂടാരത്തിലാണ് എല്ലാം സൂക്ഷിച്ചു വെച്ചിരുന്നുള്ളത്. പുതിയ നിയമത്തിലെ സമാഗമ കൂടാരമാണ് പരിശുദ്ധ കന്യകാമറിയം. പുറപ്പാടിന്റെ പുസ്തകം 40-ാമത്തെ അധ്യായം 34-35 വാക്യങ്ങൾ എടുത്ത് വായിച്ച് അപ്പോൾ ഒരു മേഘം സമാഗമ കൂടാരത്തെ ആവരണം ചെയ്തു. കർത്താവിന്റെ മഹത്വം കൂടാരത്തിൽ നിറഞ്ഞു നിന്നു. കർത്താവിന്റെ മഹത്വം കൂടാരത്തിൽ നിറഞ്ഞു നിന്നു. ഒരു മേഘം വന്ന് ആവരണം ചെയ്തു. മേഘം പഴയ നിയമത്തിലെ ദൈവത്തിന്റെ പ്രതീകമാണ്. ദൈവത്തിന്റെ പ്രതീകമാണ് മേഘം. 1:35 വായിച്ച ലൂക്ക 1:35.
പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്ന ശക്തി നിന്റെ മേലെ ആവരണം ചെയ്തു. സമാഗമ കൂടാരം. വചനം നിങ്ങൾ ബന്ധപ്പെടുത്തി പഠിക്കണം. അവസിച്ചു, ആവരണം ചെയ്തു. അത്യുന്ന ശക്തി നിന്റെ മേലെ ആവരണം ചെയ്തിരിക്കുന്നു. ലൂക്ക 1:35 പറയുന്നതാണ്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്ന ശക്തി നിന്റെ മേലെ ആ സമാഗമ കൂടാരമായിട്ട് പരിശുദ്ധാത്മയെ ആവരണം ചെയ്തിരിക്കുന്നു. അത്യുന്ന ശക്തി, ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി ആവസിച്ചിരിക്കുന്നു, ആവരണം ചെയ്തിരിക്കുന്നു. പരിശുദ്ധാത്മ പുതിയ നിയമത്തിലെ സമാഗമ കൂടാരമായി. 3 കാര്യങ്ങളാണ് നമ്മൾ ഈ മംഗളവാർത്ത തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് തരുന്ന സന്ദേശം. നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങള്, ദുരിതങ്ങള്, അവ ദുരന്തങ്ങളല്ല, മറിച്ച് അഭിഷേകവും അനുഗ്രഹമായ മംഗളകരമായിട്ടുള്ള അനുഭവമാക്കി നമ്മൾ മാറ്റണം. രണ്ടാമതായിട്ട് നമ്മുടെ ജീവിതം ഒരു പരിശുദ്ധ ദേവാലയമാക്കിയിട്ട് മാറ്റണം. നമ്മുടെ ജീവിതങ്ങളൊക്കെ പുതിയ സഖാരികളായിട്ട് മാറണം. മൂന്നാമതായിട്ട് നമ്മുടെ ജീവിതം ഒരു പുതിയ സമാഗമ കൂടാരമാണ്. അവിടുന്ന് ഈശോയെ വഹിക്കുന്ന സമാഗമ കൂടാരമായിട്ട് നമ്മുടെ ജീവിതത്തെ മാറ്റുവാനായിട്ട് ഈ മംഗളവാർത്ത തിരുനാള് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.